ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PS ഫാമിലി വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല മലബാർ സ്റ്റൈലിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെൽ ബട്ടണോടെ ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഈ കായട ഉന്നക്കായ എന്നൊക്കെ പറയുന്ന ഈ ഒരു റെസിപ്പി ഒട്ടുമിക്ക ആൾക്കാരും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ പലർക്കും ഇത് ഫ്ലോപ്പ് ആയി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചാണ് നമ്മളെ ഉന്നക്കായ സക്സസ് ആവുക. അധികം പഴുത്ത പഴമാകുമ്പം അത് എണ്ണ കുടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ അത് സ്റ്റീം ചെയ്തിട്ട് ഉടച്ചെടുക്കുമ്പോൾ അതൊരു ലൂസായിരിക്കും. അപ്പം നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പഴുപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിന് ഒരു മധുരം ഉണ്ടാവില്ല. പിന്നെ ഒരു കറയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് വെക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം പഴുപ്പിലുള്ള പഴം നോക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കിസ്മിസാണ് ചേർക്കുന്നത്. ഒരു 50 ഗ്രാം കിസ്മിസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം. അതുപോലെ തന്നെ കാഷ്യൂ ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. ഇവിടെ ഞാൻ കാഷ്യൂ എടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. 2 കിലോ പഴത്തിലേക്ക് 1 തേങ്ങ എന്നുള്ള മെഷർമെൻറ്റ് കറക്റ്റാണ്. ഇത് ചെറുതായിട്ട് ചിരകി വെച്ചതാണ്. ഇനി ഇങ്ങനെ ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കരുത്. നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. നമ്മളിത് അമ്മിയിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ നടുവിലുള്ള ആ സീഡ്സ് ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി മിക്സിയിലിട്ടിട്ട് ചിലവർ ഉടച്ചെടുക്കുന്നവരുണ്ട്. പക്ഷേ അത് പഴം പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായി പോകും. ഇനി നമുക്ക് ഈ ഉന്നക്കായയിലേക്ക് വേണ്ട ഫില്ലിംഗ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് ഹാഫ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ആ വെള്ളത്തിൽ കിടന്നൊന്ന് ഫ്രൈ ആയി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും തേങ്ങയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഉന്നക്കായക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഇട്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്നും ഒരു ബോൾ പോലെ എടുത്തിട്ട് അത് ഇതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ബോളിൻ്റെ വലുപ്പം കൂട്ടും കുറക്കൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ. വലിയ ഉന്നക്കായ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ ബോൾ എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡുകൾ തമ്മിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി പഴം വെച്ചിട്ടും ഉന്നക്കായൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പഴമൊക്കെ ഇവിടെ ഉന്നക്കായ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉന്നക്കായൊക്കെ നമുക്കൊന്ന് പൊരിച്ചു കോരാം. ഇത് ഒരുപാട് നേരമൊന്നും എണ്ണയിലിടേണ്ട ആവശ്യമില്ല. പഴവും വെന്തതാണ്, ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്ങും വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഫില്ലിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യൽ. നമ്മൾ സാധാരണ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കുമ്പം എണ്ണയിലേക്ക് തേങ്ങ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെയാണ് എടുക്കുക. പക്ഷേ ഇതെന്ന് വെച്ചാൽ തേങ്ങ വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണോട് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.